കാക്ഷായ വസ്ത്രം ധരിച്ചിട്ട് കുറെ എണ്ണുണ്ട് വർഗീയത പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ വലിയ പണിക്കരാണ്, പൂജാരി, തന്ത്രിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടും മനുഷ്യന്മാരെ പറ്റിക്കുന്ന കുറെ എണ്ണുണ്ട് എന്നുള്ളതാണ്. മുരാരി തന്ത്രി ഒരു പെൺകുട്ടിയെ എന്തോ ചെയ്തു ബാധ ഒഴിപ്പിക്കാൻ വന്നതാ. നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? വാർത്ത കേൾക്കിട്ടാ, ആളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വെക്കാം. കേൾക്കാം. പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജോൽസിനെതിരെ പോക്സോ കേസ്. കൊട്ടാരക്കര വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തത്. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലൂടെ ഈ ജോത്സ്യൻ കടന്നു കളഞ്ഞു എന്നാണ് വിവരം. ഓക്കെ, നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലൂടെ ആള് ഓടിപ്പോയി എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ഈ ഒരു വാർത്തയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തത്. നേരെ തിരിച്ച് ഒരാള് പോക്സോ കേസിൽ പ്രതിയായി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എടുത്തു ചാടി വീട് ചെയ്യുന്ന പരിപാടി നമുക്കില്ല. കാരണം പല ആളുകളും ഇത് ആളുകളെ കുടുക്കാൻ വേണ്ടി ചെയ്യുന്ന കേസായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ മുരാരി തന്ത്രി ഇറങ്ങി ഓടി. നാട്ടുകാർ വന്നപ്പോഴേക്കും ബാധ ഒഴിപ്പിക്കാൻ വന്നപ്പോ അമ്മയോട് പറഞ്ഞത്രേ, നിങ്ങൾ പുറത്തിരുന്നോളൂ, ഞാനേ അകത്തിരുന്നിട്ട് പൂജ ചെയ്തോളാന്നുള്ളത്. എന്തൊരു ഊളത്തര കാണിച്ചപ്പോ. ഞാൻ കാര്യമായിട്ട് പറയണം, കുറെ കേസുകളിൽ ആണുങ്ങളെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പോക്സോ. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നാനുള്ള കാരണം ഇതൊക്കെ തന്നെയാന്നുള്ളതാ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. ഈ പാട്ട് ഞാൻ സത്യം പറയച്ച വൈറലായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം കാണുന്നത് ഇയാള് പാടുമ്പോഴാണ്. ഇയാള് വലിയ മതമൈത്രി, മതസൗഹാർദ്ദം, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോസ്, ചാരിറ്റി ഒക്കെ നല്ല ചെയ്യുന്ന ആളാണ്. പിന്നെ ഐഫോൺ തന്ത്രി എന്നൊക്കെയാണ് ആൾ അറിയപ്പെടുക. അത്രമാത്രം ഐഫോണും കയ്യിലുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനാണേ. അപ്പൊ മതസൗഹാർദ്ദം ഒക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന മനുഷ്യനെ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ മതത്തിലുള്ള ആളുകളും വരാറുണ്ട്. അത് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉമ്മാന്റെ മോനെന്തോ കഞ്ചാവ് വലിക്കും, അപ്പൊ അവനൊന്ന് രക്ഷപ്പെടുത്തുമെന്ന് കഴിച്ചു വന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഊളത്തരം കേൾക്കുന്നത്. ഇയാൾ ഓടി എന്നൊരു കാര്യം കേൾക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു സംഭവം ഉള്ളതാവാം എന്നുള്ളൊരു കാര്യം വരുന്നത്. എന്തായാലും ബാക്കി കേൾക്കാൻ ആളുടെ കുറച്ച് കുസൃതികൾ ഉണ്ട്. പൊതുവെ ഈ കഷ്ടകാലമാണോ ഇവർക്കൊക്കെ? എന്താണ്? നമസ്കാരം. തമ്മിൽ ശ്രീകണ്ഠൻ നായർ ചോദിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. സത്യത്തിൽ കഷ്ടകാലം തന്നെയല്ലേ? പിന്നെ എന്താ സംശയം? കഷ്ടകാലം തന്നെയാണ്. ഉടുതുണി പൊക്കി ഓടേണ്ട അവസ്ഥ വന്നു എന്നാണ് കേട്ടെ. പറഞ്ഞോളൂ. ഇടയ്ക്ക് ഒരു ശകല നേരം എനിക്ക് തരണം. അതിനിടയ്ക്ക് കയറി ആരും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് ഞാൻ പറയും. അതെന്താ ചേട്ടായി? പിന്നെ താങ്കള് വടുക്കോർത്ത് കൂടെ ഓടിപ്പോയത്, പിന്നാമ്പുറവാതിൽ തുറന്നുകൊണ്ട് ഓടിയ ജനങ്ങൾ ഓടി വന്നതല്ലേ? ജനങ്ങളോട് ഒരു അല്പസമയം ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? എന്തിനാ ചേട്ടായി ഓടിയത്? കൊള്ളം. കാപട്യശാസ്ത്രം എന്ന് പറയുന്ന കാപട്യശാസ്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഓരോരുത്തരുടെ വയറ്റിപ്പിഴപ്പിന്റെ ഭാഗമാണ്. സ്വാഭാവികം. കാര്യങ്ങളൊക്കെ ഇതാ പുറത്തേക്ക് വരുന്നത്. മുന്നേ എന്തോ ഒരു പണം തട്ടിച്ച കേസിൽ പ്രതിയായിരുന്നു. പിന്നെ എന്തോ റോഡിൽ പഞ്ചായത്തിന്റെ റോഡ് പണിക്ക് ഇറക്കിയ സാധനങ്ങൾ എന്തോ വീട്ടിലേക്ക് കൊണ്ടുപോയി അടിച്ചു മാറ്റി അങ്ങനെ മറച്ചു വെക്കി അങ്ങനെ എന്ത് ചെയ്തു എന്നൊരു കേസും കൂടി ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. പെടുന്നനെ ഒരു തന്ത്രിയായി മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വയറ്റിപ്പഴപ്പാണെന്നാ പറയുന്നത്. കറക്റ്റാ, കാര്യം മനസ്സിലായി. നിങ്ങൾ എന്റെ ഓരോ യൂട്യൂബ് ഡെയിലുള്ള ലൈവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ടാണോ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിയാഞ്ഞത്? അതാദ്യം കൈകാര്യം ചെയ്യ ചേട്ടായി. ഒക്കെ യൂട്യൂബിലൂടെ അങ്ങോട്ട് വലത്തിക്കോ. ഒരു വലിയ ഊളപ്പുറം ചെയ്തിട്ട് നടക്കുകയാണ് ആള്. ഇപ്പൊ എവിടെ എത്തിയാണാവോ? എന്തായാലും ആ വയറും വെച്ച് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ പോലും ഓടാൻ പറ്റൂല. നാട്ടുകാർക്ക് അബദ്ധം പറ്റിയതാ. പിന്നാമ്പുറത്ത് കൂടെ ഓടിയ ആളെ പിടിക്കായിരുന്നു. വള്ളിക്കാല് വെച്ച് വീത്തി മുഖത്തൊക്കെ 4 കൊത്തു കൊത്തിയിട്ട് തെങ്ങുമ്മ കെട്ടിട്ട് ലേലുവല്ലു ചൊല്ലിച്ച് പോലീസുകാരെ കയ്യിൽ പിടിച്ചു കൊടുക്കണ്ട. എന്റെ പൊന്നും മനുഷ്യന്മാരെ, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? കൊല്ലംകാർക്ക് എന്താ ഓടാൻ അറിയില്ല? പിന്നാലെ ഓടി അങ്ങ് പിടിക്കണ്ടേ? എന്തായാലും വാർത്ത കേൾക്കാതെ പറയുന്നില്ല അർത്ഥമില്ല. മുഴുവൻ കേൾക്കാം. ഗൗരവമുള്ള ഒരു വാർത്തയാണ് പുത്തൂരിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം സമാനമായ തരത്തിലൊരു വാർത്ത കൊല്ലം ജില്ലയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ വ്യാജ ജ്യോത്സ്യന്മാർ ആ നാട്ടിൽ കൂടുന്നു എന്ന വലിയ ആശങ്ക കൂടി വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും നിലവിൽ 16-കാരിയെ ഇത്തരത്തിൽ ബാധ ഒഴിപ്പിക്കാനുള്ള പൂജ ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നിലവിൽ പരാതി ഉള്ളത്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഈ തന്ത്രി മുരാരി തന്ത്രി എന്നാണ് ഈ പ്രതിയുടെ പേര്. വെണ്ടാർ സ്വദേശിയാണ് അയാൾ. ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നിലവിൽ എന്തായാലും പോലീസിന് ഇയാളെ പിടികൂടാനായിട്ടില്ല. ഇത്തരത്തിൽ കുറച്ച് നാളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട
കാര്യങ്ങളിലേക്ക് ഇയാൾ ഇറങ്ങിയത്. അതിനു മുമ്പ് ആ നാട്ടിൽ തന്നെ മറ്റൊരു ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടേണ്ട ആവശ്യമില്ല. അതാ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. ഭയങ്കര നാക്കാണല്ലോ, ആളുകളെ പിടിച്ചു നിർത്താൻ നല്ല നാക്കാണല്ലോ. തെറ്റ് ചെയ്തില്ലെങ്കിൽ താങ്കൾ ഓടുവോ? ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വൃത്തികേട് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രമാത്രം ജനസൗഹാർദ്ദത്തെയും മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ വീമ്പിളക്കുന്ന സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഇങ്ങനെ ഒരു ഉളത്തരം ചെയ്ത് വിശ്വസിച്ചില്ല. നിങ്ങൾ ഓടിയത് കൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിച്ചത്. കൊള്ളാം ചേട്ടാ. 4 ദിവസത്തിന് മുമ്പ് നിലമേലുള്ള ഒരു അമ്മ എന്നെ കാണാൻ വന്നു. പൊന്നു ചേട്ടാ, ആ കഥകളൊന്നും ഇനി ഇവിടെ വില പോവില്ല. ആ അമ്മ വന്ന കഥ ഒന്ന് കേൾക്കാം. ഇന്നലെ വൈകുന്നേരമാണ് അമ്മയ്ക്കൊപ്പം കുട്ടി ഈ മുരാരി തന്ത്രിയുടെ ഈ ഇടത്തേക്ക് എത്തിയ ശേഷം ഈ പൂജയുടെ ഭാഗമായി ഈ തന്ത്രി പൂജ ചെയ്യുന്ന ഇടത്തേക്ക് വരുന്നു. ഒപ്പം തന്ത്രി ആവശ്യപ്പെടുന്നത് ഈ പൂജയുടെ ഭാഗമായി മകളുമായി ഈ പൂജാമുറിയിൽ മകളും താനും മാത്രം മതി, അമ്മയുടെ പുറത്തിരിക്കാൻ പറയുന്നു. ആ സമയത്താണ് നിലവിളിച്ചുകൊണ്ട് പെൺകുട്ടി പുറത്തേക്ക് ഓടി വരുന്നത്. അപ്പോഴാണ് ഈ അമ്മയും ഒപ്പം പുറത്തുണ്ടാകാൻ നാട്ടുകാരും ഈ കാര്യം അറിയുന്നത്. ഇവർ പിടികൂടുമെന്ന് പേടിച്ചുകൊണ്ടാണ് പ്രതി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടത്. എന്തായാലും പുത്തൂർ ജനങ്ങളെ പറഞ്ഞാൽ മതി. ഓട്ടക്കാരൻ ബാബുവിനെ പിടിച്ച് മുരാരി തന്ത്രിയാക്കി പൈസ അങ്ങ് വാരിക്കോരി കൊടുത്ത് അവനെ വളർത്താൻ ഇട്ട് കൊടുത്ത നിങ്ങളെ പറഞ്ഞാൽ മതി. ഈ ഒരു കാലഘട്ടത്തിലും ഈ ജ്യോത്സ്യത്തിന്റെ പിന്നാലെ നടക്കുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി. അത്ര എനിക്ക് പറയുന്നു. ലോകത്ത് എവിടെ ഇല്ലാത്ത ആചാരങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. അങ്ങ് പോയി വീഴുകയാണെന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉമ്മ ഇദ്ദേഹത്തിനെ കാണാൻ വന്നത്രേ. മകൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാ പറയുന്നത്. മകൻ എത്ര വയസ്സാ? 21, 22 വയസ്സാ. മകൻ എന്ന കഞ്ചാവ് വലിക്കുന്ന ആളാണ്. അതൊന്ന് പോയി നോക്കിയെന്ന് പറയുന്നു. പോയി നോക്കുമ്പോ കഞ്ചാവ് വലിക്കുന്ന മകനാണത്രേ. ഉമ്മ ഓടി വന്നിട്ട് ആളോട് പറയാണ്, എന്റെ പൊന്ന് സാറേ, എന്റെ തന്ത്രി സാറേ, നിങ്ങൾ വലിയ മനുഷ്യനാണ്, നിങ്ങൾ വലിയ പുള്ളിയാണ് എന്നുള്ളത്. എന്താ ചെയ്യാ? ഇയാളുടെ ഓരോ ഡയലോഗാണ്. ചത്ത വീണ് മൊയല് ചത്ത് എന്ന് പറഞ്ഞ സാധനങ്ങളും ഇടക്കിടക്ക്. കുറച്ചു കാലം അങ്ങനെ പോയി. പക്ഷെ ദൈവം തമ്പുരാനൊന്നും ഉണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. ഊളത്തരം കാണിക്കുന്ന ആളുകൾക്ക് അവസാനം തിരിച്ച് പണി കിട്ടുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവര് കളിക്കുന്നത് ആരെ വെച്ചിട്ടറിയാം? വിശ്വാസം വെച്ചിട്ടാണെന്നുള്ളതാണ്. ആ വിശ്വാസികളായ ആളുകളെ പോലും കബളിപ്പിക്കാൻ, വിശ്വാസികളായ ആളുകളെ ചതിക്കാനാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുതിരുന്നത്. എന്തിനാണോ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പോയിട്ട് നോക്കാൻ നിൽക്കുന്നേ? ഇതൊക്കെ വളരെ വലിയ മണ്ടത്തരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. തമ്മിൽ എന്ന ഒരു പ്രോഗ്രാമിൽ കൃത്യമായിട്ട് ഈ അന്ധവിശ്വാസത്തിനെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന കുറെ വാക്കുകളാണ്. ഞാൻ മാത്രമാണ് കറക്റ്റ്, ബാക്കിയുള്ള ആളുകളൊന്നും കറക്റ്റ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളും കറക്റ്റഡ് ആണ് എന്ന്? കൊള്ളാം. ഇവർ ചെയ്യുന്ന ഓരോ ദിവസത്തെയും കബഡി പ്രശ്നം ലൈവായിട്ട് ഇവർ വിടട്ടെ, ജനം കാണട്ടെ. ഇപ്പം ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് സത്യാവസ്ഥയുണ്ട്. ഇതിനകത്ത് കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നീചത്വം എന്ന് പറയുന്ന ഒരു സംഭവം ജാതകത്തിലുണ്ടെങ്കിൽ അവൻ കൃത്യമായി 18 വയസ്സും 6 മാസവും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി മാറും. താങ്കളുടെ നീചസം എന്താണെന്ന് മനസ്സിലായി. 19 വയസ്സാവുമ്പോഴേക്കും പണം കുമിഞ്ഞു കൂടുമ്പോ ആരും തിരിച്ചൊന്നും പറയാൻ അന്ധവിശ്വാസികളായിട്ട് താങ്കളുടെ അടിയിൽ വന്ന് നിൽക്കുമ്പോ കേറി പിടിക്കാനൊക്കെ തോന്നും. അപ്പോ ജയിലിലും ആകും. അത് കറക്റ്റാ. താങ്കളുടെ നീചസം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അന്ധവിശ്വാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ യുഗം പോകുന്നത് എന്റെ കാഴ്ചപ്പാടിൽ അന്ധമായ വിശ്വാസത്തിലേക്ക് തന്നെയാണ്. ആ അന്ധവിശ്വാസം വിറ്റ് കാശാക്കിയിട്ടാണ് നീയൊക്കെ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങളത് മനസ്സിലാക്കണം എന്നാ പറയുന്നുള്ളത്. എത്ര മന്ത്രവാദികളായ ആളുകളാണ്, എത്ര ഉഴിച്ചൽ കേന്ദ്രത്തിലുള്ള ആളുകളാണ്, എത്ര ജ്യോത്സ്യന്മാരാണ്, എത്ര പണിക്കന്മാരാണ്, എത്ര പൂജാരിമാരാണ്, എത്ര ഉസ്താദുമാരാണ്, എത്ര ടീച്ചേഴ്സാണ്, എത്ര MLA-മാരാണ്, എത്ര മന്ത്രിമാരാണ്. ഇനി എന്താ നോക്കാനുള്ളത്? എത്ര ആളുകളാണ് നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത്. പോക്സോ കേസുകളാണെന്നുണ്ടെങ്കിലും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പോ അന്ധവിശ്വാസം വിറ്റ് കാശാകുന്ന ഇങ്ങനെയുള്ള കൂത്തറകളെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണ് മുൻപ് ഈ പറയുന്ന പൂജാരിയുടെ പേരിൽ ഉണ്ടായിരുന്നത്. മറ്റ് കേസുകൾ ഇല്ല എന്നും അറിയുന്നുണ്ട്. എന്തായാലും വലിയ ഗൗരവത്തിൽ തന്നെ പോലീസ് കേസിനെ കാണുന്നു. പ്രതിക്കാനുള്ള അന്വേഷണം പുരോഗമിക്കുക. പിന്നാലെ ഓടിയ കൊല്ലംകാരെ ഓന പറമ്പിലിട്ട് പിടിക്കാറില്ലേ? ആ തെങ്ങുംതോപ്പിലെങ്ങാനും വേർത്ത് കുളിച്ച് കിടക്കുന്നുണ്ടാവും. അത്ര ഓടാനുള്ള കഴിവൊന്നും ഉണ്ടാവൂല. വെറുതെ ഇരുന്ന് തിന്നതല്ലേ. എല്ലിക്കുത്തിയപ്പോ അവസാനം കഴപ്പും മൂത്തിട്ടൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കയറി പിടിച്ചതല്ലേ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.